ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് നോക്കാം. ഇന്ന് ഞങ്ങളെല്ലാവരും രാവിലെ എണീറ്റ് വിൻഡോയിലെ കൂടി നോക്കിയാൽ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല, അത്രയ്ക്ക് മഞ്ഞായിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങളെല്ലാവരും റെഡിയായി ഇറങ്ങി. നോക്കി ആകെ മൊത്തം മഞ്ഞ് മൂടിക്കിടക്കലാണ്. ഒരു ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാന്ന് വെച്ച് ചെറിയൊരു പൊടിമഴയും പെയ്യുന്നുണ്ട്. എല്ലാം കൂടി നല്ല തണുപ്പുണ്ട്. ഊട്ടിന്ന് പറയുമ്പോൾ പിന്നെ തണുപ്പാണല്ലോ. അങ്ങനെ ഇതാ ഞങ്ങൾ സ്റ്റേ ചെയ്തടുത്ത് തന്നെ ഒരു നല്ലൊരു ബേക്കറി ഉണ്ട്. അവിടുന്ന് ചായ കുടിക്കാന്ന് വെച്ച്. അങ്ങനെ എല്ലാവർക്കും ചായ കുടിക്കണമെന്നേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ആർക്കും സ്നാക്സ് ഒന്നും വേണമെന്നും ഉണ്ടായിട്ടില്ല. എന്നാലും വാങ്ങിച്ച് അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഇറങ്ങിയവരാണ്. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമില്ലേ കാണാൻ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് പുറപ്പെട്ട്. പിന്നെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ടോയ് ട്രെയിനിൻ്റെ അവിടെ പോകണം, പറ്റിയില്ലെങ്കിൽ ഒന്ന് കയറണം. വലിയ പ്രതീക്ഷ ഒന്നുമില്ല. നമ്മൾ ബുക്ക് ചെയ്യാണ്ടൊക്കെ അല്ലേ പോകുന്നത്. മുൻകൂട്ടി ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം പോകണമെങ്കിൽ. പിന്നെ ചെറുതായിട്ട് മഴവും പെയ്യുന്നുണ്ട്. മഴവും മഞ്ഞൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമാണ്. പിന്നെ ഇടയ്ക്ക് ഓരോ വ്യൂ പോയിന്റ് എത്തുമ്പോൾ നമ്മൾ വണ്ടി സൈഡാക്കി നിർത്തി ഇറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ കൂനൂർ എത്തിയാൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മസാല ദോശയും സാമ്പാറും ചട്നിയൊക്കെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. കൂനൂർ സ്റ്റേഷനിലെത്തിയൊരു ടിക്കറ്റ് അന്വേഷിച്ച്, പക്ഷേങ്കിൽ ടിക്കറ്റ് ഇല്ല ഗൈസ്, ടിക്കറ്റ് കിട്ടിയില്ല നമുക്ക്. പിന്നെ ഇത് നമ്മൾ പ്രതീക്ഷിച്ച കാര്യമായതുകൊണ്ട് പിന്നെ അത്ര ഭയങ്കരമായിട്ട് സങ്കടമൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് വിഷമം. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത്. പിന്നെ ഈ ട്രെയിൻ കണ്ടേരം മനസ്സിലായത് വെറുതെ അല്ല നമുക്ക് ടിക്കറ്റ് കിട്ടാത്ത. നല്ല രസമുണ്ട് ഈ ഫിലിമിലൊക്കെ കാണുന്ന പോലെ. പിന്നെ മിക്ക ആൾക്കാരും അതിന് വേണ്ടിയിട്ടാണല്ലോ വരുന്നത്. പിന്നെ ഒരു ദിവസം വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മളവിടുന്ന് പോന്നു. പിന്നെ ഉച്ചയായിരം മഴയൊക്കെ നിന്നിണ് കേട്ടോ. അങ്ങനെ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ നമ്മൾ റോഡ് സൈഡ് നിർത്തിയിട്ട് ഇതായി നൊങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് വാങ്ങിച്ച് പിന്നെ ചോളവും ഉപ്പിലിട്ട മാങ്ങയും പിന്നെ ഓംപ്ലേറ്റും അങ്ങനെയെല്ലാം കഴിക്കാൻ തുടങ്ങി. ഞങ്ങൾ പിന്നെ ഉച്ചക്ക് ചോറ് വേണ്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. ഇതൊക്കെ കഴിക്കുക, ചോറ് വേണ്ടെന്ന് വെച്ച്. നമ്മളിതൊക്കെ കഴിക്കുമ്പോൾ ഇതാ ഈ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ നമ്മൾ പോകുന്ന പോക്കിൽ ഓരോ സ്ഥലത്ത് ഓരോ വ്യൂ പോയിന്റിലെല്ലാം കയറി ചെയ്തേ. സ്ഥിരം മുമ്പേ കയറുന്ന റോസ് ഗാർഡൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും കയറിയിട്ടില്ല. ഇതിനു മുമ്പ് വന്നപ്പോഴെല്ലാം പല പ്രാവശ്യം അവിടെയൊക്കെ കയറിയോണ്ട് അതൊക്കെ വേണ്ടെന്ന് വെച്ച് അതുകൊണ്ട് നമ്മൾ നാട്ടിലേക്ക് മെല്ലനെ തിരിക്കാന്ന് വെച്ചു. പോകുന്ന പോക്കിൽ ഓരോ വ്യൂ പോയിന്റും പച്ചക്കറി തോട്ടം അങ്ങനെയൊക്കെ നമ്മൾ കയറിയതിനും ഒരുപാട് പ്രാവശ്യം കണ്ട സ്ഥലങ്ങളായതുകൊണ്ടാണ് വേണ്ടാന്ന് വെച്ചത്. മെയിനായിട്ടൊരു സ്ഥലത്ത് കയറാന്ന് വെച്ചാലും പറ്റിയിട്ടില്ല. പിന്നെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്നുള്ള ട്രിപ്പ് പോകാന്നല്ലോ, അതുകൊണ്ട് പിന്നെ മെല്ലെ ഓരോ സ്ഥലത്തൊക്കെ ഇറങ്ങി കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അങ്ങനെ മെല്ലെ മെല്ലെയാണ് നമ്മൾ നാട്ടിലേക്ക് പുറപ്പെട്ടത്. എനിക്കാണെങ്കിൽ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് നല്ല രസമുണ്ടായിന് ഈ യാത്രയും. ഉച്ചക്ക് ചോറൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് വണ്ടിയിൽ നിന്ന് തന്നെ കഴിക്കാമെന്ന് വെച്ചതാ. ഇവന് ആപ്പിളാന്ന് വിചാരിച്ചിട്ട് അവൻ തോലെല്ലാം കടിച്ച് പറിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇരിട്ടിയിലെത്തുമ്പോൾ ഒരു 11-11:30 മണിയായിരുന്നു. പിന്നെ അവിടുന്ന് നല്ലൊരു ഫുഡും കഴിച്ച് മന്തിയൊക്കെ കഴിച്ച് റാത്തായിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ട്. വണ്ടിയിൽ നിന്ന് തന്നെ പിള്ളേരെല്ലാം ഉറങ്ങിനേനു. പിന്നെ നമ്മൾ ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് എന്തെല്ലോ സംസാരിച്ച് പാട്ടൊക്കെ കേട്ട് ഉറങ്ങാതെ വീട്ടിലെത്തി. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോ കാണാം.